കടകംപള്ളിയെക്കുറിച്ച്. കടകംപള്ളിയുടെ ഇടപെടൽ ഉണ്ടെന്നത് നിങ്ങളുടെ ആഗ്രഹമല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനുശേഷം ആരുമുണ്ടെന്നോ ഇല്ലെന്നോ താൻ പറയില്ല. അവിടെയും ഒരു ഉറപ്പില്ല. കാരണം ഇനി അത് കടകംപള്ളിയിലേക്ക് പോകുമെന്നുള്ള ആശങ്ക പാർട്ടിക്കുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പാർട്ടി നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണല്ലോ. ഇപ്പോൾ 42 വർഷമായി അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്നു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ് പത്മകുമാർ. അതിനു മുമ്പ് 32 വർഷം സെക്രട്ടേറിയറ്റ് അംഗമായി. കഴിഞ്ഞ സമയത്താണ് അദ്ദേഹത്തെ സെക്രട്ടേറിയറ്റിൽ നിന്നും മാറ്റിയത്. സെക്രട്ടേറിയറ്റിൽ മാറ്റിയെങ്കിലും അവിടേക്ക് ഒരു പുതിയ ആളെ നിയമിച്ചിട്ടില്ല. പുതിയ സെക്രട്ടേറിയറ്റ് അംഗം വന്നിട്ടില്ല. അവിടെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാണത് എന്ന രൂപത്തിൽ അത് ഒഴിച്ചിട്ടിരിക്കുന്നതെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്തായാലും പാർട്ടിയുടെ പത്തനംതിട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെ ഇപ്പോൾ നടപടിയെടുക്കാതെ ഒറ്റ കാരണം കൊണ്ടാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്ത് പാർട്ടിയെ സംബന്ധിച്ച് ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പുറത്താക്കിയാൽ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്നും മാറ്റിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. അതായത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് ആ ഘട്ടത്തിലുണ്ടാകും. അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ, അതായത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടുത്തെ സ്വർണ്ണക്കൊള്ള നടത്തി വിശ്വാസികളെ വഞ്ചിച്ച നടപടി ഞങ്ങളുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവ് ചെയ്തിരിക്കുന്നു എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മതി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊളിയാൻ, അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ പൊളിയാൻ. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ അത് പറയാൻ പറ്റില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നടപടി എന്ന രൂപത്തിലാണ് നിലവിൽ പാർട്ടി നിൽക്കുന്നത്. അതാണ് ഇതുവരെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.